ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് എന്ന പുത്തുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കേരള ബസ് സിമുലേറ്ററിൽ മോഡ് എങ്ങനെ ആഡ് ചെയ്യാനാണ്. അതായത് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ബസ്സിൻ്റെ മോഡ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കുറേ മോഡുകളൊന്നും റിലീസായിട്ടുള്ള മോഡുകൾ, അതായത് കേരള ബസ് സിമുലേറ്ററിന് വേണ്ടി റിലീസായിട്ടുള്ള കുറച്ച് മോഡുകളുണ്ട്. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാനും അത് നമ്മുടെ ഈ ഒരു ബസ് സിമുലേറ്ററിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോ ആണിത്. ആ വീഡിയോ എല്ലാവർക്കും ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ അങ്ങനെ വീഡിയോ എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വീഡിയോ ആയിരിക്കും വരാം. അപ്പോൾ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ അടിയിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ മോഡ് അതേപോലെ തന്നെ ലിവറിയും ഓപ്ഷൻ കാണാൻ പറ്റും. മോഡ് ഡൗൺലോഡ്, ലിവറി ഡൗൺലോഡ്. അപ്പോൾ ഈ മോഡ് ഡൗൺലോഡ് ആദ്യം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഷെയർ മോഡ്സിൻ്റെ പേജിലായിരിക്കും എത്തുക. അപ്പോൾ ഇതൊരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഫയലാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് ആ പാസ്വേഡ് കിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ് കൊടുക്കുകയാണ്. ഒരു 10 MB സൈസുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ലിവറിയും കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ തൊട്ടടിയിലായിട്ട് ലിവറിയും കൂടി ഉണ്ട്. ജസ്റ്റ് ലിവറിയുമ്പോൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ലിവറിയും അതേപോലെ തന്നെ മോഡും ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഓപ്പൺ കൊടുക്കുകയാണ്. മൈ ഫയൽസ് എടുത്തു, എക്സ്ട്രാക്ട് ഫയൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പാസ്വേഡുള്ള ഫയലാണ്. അപ്പോൾ 3 നമുക്ക് ലിവറികളുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ലിവറി സുൽത്താൻ, ഇതാണ് അടുത്ത ലിവറി ലെജൻഡ്, പിന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഔട്ട്ലൈൻ പോലെ എന്തോ സംഭവമാണ്. 2 ലിവറിയാണ് അപ്പോൾ മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത ആ ഒരു സിപ്പ് ഫയൽ, അതായത് നമ്മുടെ മോഡിൻ്റെ ഫയലിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. മൈ ഫയൽസ് എടുക്കുക, എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് .psk ഫയൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഗെയിം ഓപ്പൺ ആയിട്ട്, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇവിടെ കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ഇവിടെ ആറ്റോയിൽ ട്രാഫിക് ഉണ്ട്. ട്രാഫിക്കിൻ്റെ തൊട്ട് മുകളിൽ പ്ലെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്ലെയർ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി മോഡ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് ആഡ് ന്യൂ മോഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത മോഡ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത മോഡ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതേപോലെ കുറച്ച് നേരം ഇങ്ങനെ ലോഡാവും. ലോഡായതിനു ശേഷം ആ ഒരു മോഡ് അതിൽ ആഡ് ആയിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ആഡായി കഴിഞ്ഞ് ഇതേപോലെ ആയിരിക്കും വരാം. അതിനുശേഷം ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗാരേജ് എടുത്ത് നോക്കാം. ഗാരേജിൽ നമ്മുടെ 3ാമത്തെ ബസ് കഴിയുമ്പോൾ ഇതേപോലെ നമ്മൾ ആഡ് ചെയ്ത മോഡ് വന്നിട്ടുണ്ടാവും. ഇത്ര സിമ്പിളാണ് ആഡ് ചെയ്യാൻ, മോഡ് ആഡ് ചെയ്യാൻ. അപ്പോൾ ഇനി ലിവറിയും കൂടി ആഡ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ കസ്റ്റമൈസേഷൻ എടുക്കാം. ഫസ്റ്റത്തെ പ്ലെയർ എടുത്തതിന് ശേഷം കൊണ്ടോട്ടി ഇടുക. അതിനുശേഷം ഇവിടെ ആഡ് സ്കിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പം ഇഷ്ടമുള്ള സ്കിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം പിന്നെ നമ്മൾ ഗാരേജിൻ്റെ ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു ബസ് മോഡ് എടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ സ്കിന്ന് വന്നിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ആഡ് ചെയ്ത സ്കിൻ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു 5000 കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ വാച്ച് ആഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു 5000 അവിടെ ഒരു ആഡ് കാണാം. അതിനുശേഷം നമുക്ക് ഈ സ്കിൻ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ബസ്. സുൽത്താൻ എന്നാണ് ബസ്സിൻ്റെ പേര്. അപ്പോൾ ഇതാണ് ആ ഒരു പുതിയ മോഡ്. ഞാൻ സുൽത്താൻ്റെ ലിവറിയാണ് ആഡ് ചെയ്തത്. വേറെ ഒരു ലിവറിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇൻറ്റീരിയർ വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വ്യൂ. ഇൻറ്റീരിയർ വ്യൂ ഒക്കെ അത്യാവശ്യം നല്ല അടിപൊളിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ബാക്കിലത്തെ വ്യൂ ഇതാണ്. പിന്നെ സൈഡിൽ നിന്നുള്ള വ്യൂ ഇതാണ് 360 ഡിഗ്രി വ്യൂ. അപ്പോൾ എന്തായാലും ബസ് മൊത്തത്തിൽ കൊള്ളാം. പ്രത്യേകിച്ച് എക്സ്റ്റീരിയർ അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇൻറ്റീരിയർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇഷ്ടമുള്ള മോഡ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ മോഡ് ആഡ് ചെയ്യുമ്പോൾ നോക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ് സിമുലേറ്ററിൻ്റെ വെർഷൻ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മോഡ് ആഡ് ചെയ്യണം. ആ ഒരു മോഡ് മാത്രമേ അതിൽ വർക്ക് ആവുള്ളൂ. ഇത് ലേറ്റസ്റ്റ് വെർഷൻ്റെ മോഡാണിത്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് മോഡ് ആഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും അത്ര ഉണ്ടായാലും നമ്മുടെ അടുത്ത വീഡിയോ. അപ്പോൾ വീഡിയോ വീഡിയോ ഇഷ്ടമില്ലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്തുക. അപ്പോൾ ചില വീഡിയോ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.